സ്നേഹമേ കനിവാർന്നു തൂകണേ. പിഴയാളിയല്ലോ ഞാൻ, പിഴ ചൊല്ലി കേഴുന്നു. നീറും മുറിവിൽ നിൻ കരത്താൽ തഴുകുമ്പോൾ മാറും എൻ്റെ ദുരിതം ഇന്ന് എന്നാകാ. കരുണാർദ്ര സ്നേഹമേ കനിവാർന്നു തൂകണേ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഇതാ ഇസ്രായേലിന്റെ പരിശുദ്ധനായ സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ. കർത്താവേ, അങ്ങേ ഞങ്ങൾ താണു വണങ്ങുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന സാന്നിധ്യം ഇതാ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ അനുഭവിക്കുന്നു. ഓ പരിശുദ്ധ ദൈവികാരുണ്യമേ, എല്ലാ സ്തുതിക്കും മഹത്വത്തിനും യോഗ്യനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ബുദ്ധിയിലും ചിന്തകളിലും ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ വന്ന് നിറഞ്ഞ് ഈശോയെ ഞങ്ങളെ പൂർണ്ണമായും അങ്ങനെ സ്വന്തമാക്കി മാറ്റണമേ. കർത്താവേ, മർത്യരുടെ ആലോചനകൾ നിസ്സാരമാണ്. ഞങ്ങളുടെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടേക്കാം. ഓ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അങ്ങ് ഉന്നതങ്ങളിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനം നൽകിയില്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഓ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറെ വിശുദ്ധിയോടും സ്നേഹത്തോടും ചെയ്യുവാനുള്ള കൃപയും അനുഗ്രഹവും ഈശോയെ ഈ ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാനുള്ള ഹൃദയ പരമാർത്ഥതയും ഈശോയെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഉന്നതങ്ങളിൽ നിന്ന് അങ്ങ് നൽകിയില്ലെങ്കിൽ, അങ്ങയുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നൽകിയില്ലെങ്കിൽ കർത്താവെ ഞങ്ങൾ വഴിതെറ്റിപ്പോകും. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ കറുമാറായി പോകും. ഓ ദൈവമേ, നിന്റെ ഉൾക്കാഴ്ചകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നന്മതിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവും പ്രകാശവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഓ ദൈവമേ, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുവാനും അങ്ങയുടെ പ്രകാശത്തിൽ വ്യാപരിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഉന്നതങ്ങളിൽ നിന്ന് നിന്റെ ആത്മാവിനെ നീ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ മരുഭൂമി പോലെയുള്ള ഹൃദയങ്ങൾ ഫലപുഷ്ടമായ വയലുകളായി രൂപാന്തരപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവെ, അവിടുന്നാണല്ലോ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഉറപ്പും രക്ഷയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി നൽകുന്നവൻ. കർത്താവെ, ഈ ആരാധന നിമിഷങ്ങൾ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ, കുടുംബ ജീവിതങ്ങൾ, സമൂഹ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഞങ്ങളുടെ ആരാധന
നീ സ്വീകരിക്കണമേ. ഇടയാളിയെ പോലന്നു ഞാൻ പിഴ ചൊല്ലി നിന്നെ ക്രൂശിച്ചു. സഹനം സ്നേഹം മാത്രമായി ഇനിയും എന്നെ സ്നേഹിക്കാൻ യോഗ്യത നീ തന്നു. സ്നേഹവാനാം ദൈവമേ, യേശുവേ നിൻ രൂപമെന്നും മാത്രമായൻ ജീവനിൽ. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. ഓ കർത്താവേ, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്നവർ, അസ്വസ്ഥതയിൽ കഴിയുന്നവർ, മാനസിക പിരിമുറുക്കത്തിൽ ആയിരിക്കുന്നവർ, മരണകരമായ രോഗാവസ്ഥയിലായിരിക്കുന്നവർ, അപകടത്തിൽപ്പെട്ടവർ, ഈ മക്കളെ എല്ലാം കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും ഈ മക്കളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനം: തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഓ ദൈവമേ, അങ്ങയിൽ ആശ്രയിച്ച് ശക്തി പ്രാപിക്കുവാൻ കർത്താവേ, ഞങ്ങൾ വീണ്ടും ആരോഗ്യത്തോടുകൂടി അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഓരോ മക്കളെയും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ക്ഷീണിതരായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിക്കുന്നു. അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളും ദുരിതങ്ങളും ക്ലേശങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവയെല്ലാം നീ ഏറ്റെടുത്ത് അങ്ങയുടെ രക്ഷാകരമായ കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ വലതു കൈ നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്ത വാഗ്ദാനത്തിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ മേൽ നിവർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ എൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് അരുളി ചെയ്ത അങ്ങയുടെ ആശ്വാസവചനങ്ങൾ ഞങ്ങൾക്ക് ബലമേകുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളെ കൈവിടരുതേ. കർത്താവേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഓ കർത്താവേ, അങ്ങയുടെ സമാധാനവും സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവേ, പൂർണ്ണമായും ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, കർത്താവെ അങ്ങയെ സ്നേഹിച്ചും അങ്ങയുടെ സഹോദരങ്ങളെ സ്നേഹിച്ചും ഈ ജീവിതകാലം അത്രയും അങ്ങയുടെ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ ആയിരുന്നുകൊള്ളുവാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെ എല്ലാം ഈശോ എന്ന തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ അങ്ങ് നടത്തുകയും ഞങ്ങളെ അങ്ങ് നയിക്കുകയും ചെയ്യണമേ. സ്നേഹം ജീവനായി കാൽവരിയിൽ തന്നു നീ, വീണു പോമാമഗ്നിയിൽ എന്നെയും കാത്തു നീ.
കരുണ എന്നിൽ കാട്ടുമോ? കേണിടും എന്നും വരം കേൾക്കണേ എൻ ദൈവമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ആത്മാവിന് നിറവനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ മേൽ അയച്ച് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിച്ച് കർത്താവെ പരിശുദ്ധാത്മാവിന് കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് തിരുസഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നമുക്കൊന്ന് ചേർന്ന് ദിവികാരുടെ നാഥനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് നന്ദി, പരിശുദ്ധാത്മാവ് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും അഭിഷേകവും സ്നേഹവും സമാധാനവും നമ്മോട് സഹവസിക്കുന്ന എല്ലാ മക്കളോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീറും മുറിവിൽ നിൻ കരത്താൽ തഴുകുമ്പോൾ മാറും എൻ്റെ ദുരിതം എന്ന് എന്നാഥാ. കരുണാർദ്ര സ്നേഹമേ